സായാഹ്നം വളരെ അനുഗ്രഹീതമാണ്. ഈ തിരുവനന്തപുരത്തെ പൗരാവലിയെ പ്രതിനിധീകരിച്ചാണ് ഈ സദസ്സ് തലസ്ഥാന നഗരത്തില് ഒരു ദീപസ്തംഭം പോലെ നിലകൊള്ളുന്ന ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ സമ്മേളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പരിപാടി കുറച്ചുകൂടെ നേരത്തെ നടത്താനാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ സമയം കൊണ്ട് ദൈവാനുഗ്രഹം ഇന്ന് സംഘടിപ്പിക്കാനാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, മത സംഘടനകൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, പൗര സമൂഹമൊക്കെ അവിടേക്ക് അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഈ അഭിപ്രായത്തിലേക്ക് രൂപപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് ഉണരട്ടെ എന്നായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചവരുടെ വലിയ ആഗ്രഹം. അതിലേക്ക് ഏകദേശം നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അനുച്ഛേദം 21, 19, 20, 21 നമുക്ക് എന്നും വായിച്ച് കൂടുതൽ അർത്ഥങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന അനുച്ഛേദങ്ങളാണ്. 21 അനുച്ഛേദം ഈ രാജ്യത്തെ പൗരന്മാരോട് ഉറപ്പിച്ചു പറയുന്നതാണ്, നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം, വെറും ജീവിക്കാനുള്ള, അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം, തൊഴിലെടുക്കുവാൻ, മറ്റ് സൗകര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനുള്ള അവകാശം. ആ അവകാശത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ ഏകദേശം 30 ദിവസങ്ങളായി ഒരു സമരമുഖത്തും അതോടൊപ്പം വർഷങ്ങളായി മുനമ്പം പ്രദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടം ഒരു ദൃശ്യമായ സമാപനത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് ഈ തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൽ വിവിധ സഭാ വിഭാഗങ്ങളുടെയും അതോടൊപ്പം തന്നെ പൗര സമൂഹത്തിൻ്റെയും ഒക്കെ പ്രതിനിധികളായിട്ട് ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ നാം ഒരുമിച്ച് കൂടുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൻ്റെ കഥകളൊക്കെ ഇവിടെ ഓൾറെഡി ഇതിനകം തന്നെ ദൃശ്യമായി ആവിഷ്കരിച്ചു. ബഹുമാന്യനായ സിദ്ദിഖ് സേട്ട് അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന ഫറൂഖ് കോളേജിന് വേണ്ടി 404 ഏക്കർ സ്ഥലം നൽകുന്നു, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നതിന് വേണ്ടി. അതോടൊപ്പം തന്നെ ആ നടപടിയിൽ ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശം കൂടി ഏർപ്പെടുത്തുകയാണ്. അതിലൂടെ വഖഫ് ഭൂമിയാണെന്നുള്ള ആ അവകാശം ഇല്ലാതാവുകയാണ്. എനിക്ക് തോന്നുന്നു പൊതുസമൂഹവും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ഏകദേശം ആ ധാരണയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങളായി തൊഴിലെടുത്ത ജീവനോപാധികൾ കണ്ടെത്തി ജീവിച്ചു പോകുന്ന 606ഓളം കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾക്ക് അന്തസ്സായി ജീവിക്കാൻ ഒരു പൗരന് അവകാശപ്പെട്ട അവകാശങ്ങളോടുകൂടി ആ ഭൂമി സ്വന്തമാക്കി അതിന് കരം കൊടുത്ത് അതിന്മേൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം. അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള സമൂഹത്തിൽ ഒരു സമവായത്തിലേക്ക് രൂപപ്പെടുകയാണ് ഈ കൂടിവരവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനുഗ്രഹീതമാണ്. വരും ദിവസങ്ങളിൽ ആ സമീപനത്തിൽ കൂടുതൽ വ്യക്തതകൾ വരുത്തുവാനും എനിക്ക് തോന്നുന്നു ഒരു സർവകക്ഷി യോഗം, സർക്കാർ യോഗം വിളിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു സർവകക്ഷി യോഗം വിളിക്കുകയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങളൊക്കെ പരിഹരിക്കാനും, അങ്ങനെ ഈ നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന, സംസ്ഥാനത്ത് നടക്കുന്ന, രാജ്യം ശ്രദ്ധിച്ച ഈ സമരം ആ പ്രദേശത്ത് വസിക്കുന്ന എല്ലാവരുടെയും ജന്മാവകാശം ഉറപ്പുവരുത്തുവാനും അവരുടെ പരമ്പരാഗതമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമ്മേളനത്തിൽ വിളിച്ച ധാരാളം പേര്, ഇനിയും ധാരാളം പേര് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ, മാധ്യമം ഒരു സമൂഹത്തിൻ്റെ മുഖമാണ്, ദ ഫോർത്ത് എസ്റ്റേറ്റ് ആണെന്ന് പറയുന്നത്. ആ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും
നമ്മുടെ വികാരങ്ങൾ ഒപ്പിയെടുക്കും, നമ്മുടെ സമൂഹത്തിൻ്റെ വികാരങ്ങൾ ഒപ്പിയെടുക്കും. കൂടുതൽ സംഘർഷഭരിതമാക്കാതെ കൂടുതൽ സമവായത്തിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച 610ഓളം കുടുംബങ്ങൾ അവരുടെ ന്യായമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുവാനായിട്ട് ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന ഈ കൂടിവരവിന് സാധിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.